നമുക്ക് സ്കൂളിൽ വരാൻ വേണ്ടി പറ്റാത്തോണ്ടാണ്. ഒരുപാട് കാർഡ് ഉണ്ട്. ഇതാ നോക്കൂ, എന്തൊക്കെ കാർഡാണെന്ന് നോക്കൂ. വേഗം കൊറോണ ഒക്കെ മാറി സ്കൂളിൽ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ നോക്കാം അല്ലേ. എന്തൊക്കെയാണ്, കുറെ ഫ്രൂട്ട്സ്, കുറെ വെജിറ്റബിൾസ്, കുറെ ആനിമൽസ്, ഫ്ലവേഴ്സ്, നമുക്ക് പഠിക്കാനുള്ളതൊക്കെ ആണ് ഇത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എന്ത് പറ്റിയില്ല, ഇങ്ങനെ ആയിപ്പോയി നമ്മുടെ ക്ലാസ് ഇല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യണം, എല്ലാ ദിവസവും എല്ലാവരും ക്ലാസ്സിൽ വരികയാണെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് കാർഡൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പൊ ക്ലാസ്സിൽ ആബ്സെന്റ് ആവുന്നവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇതൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ഇങ്ങനത്തെ എന്തൊക്കെയോ കാണിച്ചു തരാൻ വേണ്ടി പോവാണെങ്കിൽ അപ്പൊ എന്താണ്, ക്ലാസ്സിൽ കയറുന്നില്ല എങ്കിൽ ഇതൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. കറക്റ്റ് ആയിട്ട് ക്ലാസ്സിൽ വരുന്നവർക്ക് മാത്രമാണ് സ്കൂള് തുറക്കുമ്പോ ഇതൊക്കെ തരിക, അല്ലാത്തവർക്ക് ഇത് തരൂല. ഓക്കെ ഓക്കെ ലിസൺ. നമ്മള് നമ്മുടെ ബുക്കില് ആദ്യം പഠിച്ചത് എന്താണ്, അബൌട്ട് വെജിറ്റബിൾസ് അല്ലേ. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വെജിറ്റബിൾസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിച്ചത് അല്ലേ. കുറേ വെജിറ്റബിൾസ് ഉണ്ട് അല്ലേ. നമ്മുടെ വീട്ടിലും എന്താണ് ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ടാവാറുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കുക്ക് ചെയ്യാറുണ്ട്, കഴിക്കാറുണ്ട് അല്ലേ, ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് എന്താണ് വെജിറ്റബിൾസിനെ കുറിച്ച് ഒന്നുകൂടെ നോക്കാം അല്ലേ. അപ്പൊ മിസ് എന്ത് ചെയ്യും, വെജിറ്റബിൾസിന്റെ കാർഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അതെന്ത് വെജിറ്റബിൾ ആണ് എന്ന് മിസ് ചോദിക്കുന്നവര് പറയണം. നോക്കട്ടെ, പേരൻസ് ആരും പറഞ്ഞു കൊടുക്കരുതേ, അവർക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കാലോ അല്ലേ. ആർക്കൊക്കെയാണ് എന്തൊക്കെ വെജിറ്റബിൾസ് ആണ് അറിയാം, ആരൊക്കെയാണ് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ളത്, മിസ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിക്കുന്നുണ്ടോ ഒക്കെ നോക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഓക്കെ, മിസ് ഒരു വെജിറ്റബിളിന്റെ പിക്ചർ കാണിച്ചു തരാം. അത് മിസ് ചോദിക്കുന്നവര് പറയണം. ഓക്കെ, എയ്ഡൻ തോമസ് അൺമ്യൂട്ട് ചെയ്യൂ. എയ്ഡൻ. ഓക്കെ, വാട്ട് ഈസ് ദിസ്? ഇത് എന്ത് വെജിറ്റബിൾ ആണ്? ഇത് ക്യാബേജ് ആണല്ലേ. ഇത് ക്യാബേജ് ആണല്ലേ, എല്ലാവർക്കും അറിയില്ലേ? വാട്ട് ഈസ് ദിസ്? ദിസ് ക്യാബേജ് അല്ലേ. ദിസ് വെജിറ്റബിൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇത് വീട്ടില് കറി വെച്ച് ചോറിന്റെ കൂടെ കഴിക്കാറുണ്ട് അല്ലേ. ക്യാബേജ് ആണ് അല്ലേ, ഇതൊരു വെജിറ്റബിൾ ആണ് അല്ലേ, ക്യാബേജ്. ഓക്കെ, എല്ലാവർക്കും അറിയില്ലേ എന്താ ഇത്? ക്യാബേജ് നമ്മള് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇത് ക്യാബേജ് ആണ് അല്ലേ. Then ഫാത്തിമ മെഹ്റിൻ unmute ചെയ്തേ. What is this? എന്താണിത്? പൊട്ടറ്റോ ആണല്ലേ ഇത്. This is പൊട്ടറ്റോ അല്ലേ. ഇതെന്താണ്, ഒരു പൊട്ടറ്റോന്റെ പിക്ചർ ആണ് അല്ലേ. ഇതെന്താണ്, this വെജിറ്റബിൾ അല്ലേ. വിത്ത് പൊട്ടറ്റോ വി മേക്ക് കറി അല്ലേ. നമ്മൾ പൊട്ടറ്റോ കൊണ്ട് എന്താ ഉണ്ടാക്കുക, കറി ഉണ്ടാക്കും അല്ലേ. നമ്മുടെ ചോറിനൊക്കെ നമ്മൾ പൊട്ടറ്റോ കൊണ്ട് കറി ഉണ്ടാക്കാറുണ്ട് അല്ലേ. ദിസ് ഇസ് പൊട്ടറ്റോ. ഓക്കെ, then നിതാഷ അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, എന്താണിത്? ക്യാരറ്റ് അല്ലേ. ക്യാരറ്റ് ആണ്. ഓക്കെ, ക്യാരറ്റ്. അപ്പൊ നമ്മൾ ക്യാരറ്റിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ക്യാരറ്റ് ഇസ് എ വെജിറ്റബിൾ. ഇതെന്താണ്, ക്യാരറ്റ് ആണ്. Then what is this? എന്താണ് ഇഷാനി ഇത്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഒരു വെജിറ്റബിൾ ആണ് അല്ലേ ഇത്. ചില്ലി. വെരി ഗുഡ്. ഇതെന്താണ്, ചില്ലി ആണ് അല്ലേ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ പിക്ചർ ഉണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഇതെന്താണ്, ചില്ലി ആണ് അല്ലേ, മുളകാണ് അല്ലേ. നല്ല എരിവുള്ള മുളകാണ് അല്ലേ. ചില്ലി ഇഷ്ടാണോ എല്ലാവർക്കും? ചില്ലി ഇഷ്ടാണോ? കഴിക്കാൻ ഇഷ്ടാണോ ചില്ലി? അല്ല അല്ലേ. പക്ഷെ ചില്ലി ചിക്കൻ ഇഷ്ടാണോ?
ചില്ലി ചിക്കൻ ഇഷ്ടമാണ് അല്ലേ? അതെന്താണ് അങ്ങനെ? ചില്ലി ഇഷ്ടമല്ല, ചില്ലി ചിക്കൻ ഇഷ്ടമാണ് എല്ലാവർക്കും അല്ലേ? ഓക്കെ, ഇത് ചില്ലി ആണ് അല്ലേ? ദിസ് ഇസ് ചില്ലി. ഓക്കെ, then what is this? Aiden J. Matthew, എന്താണിത്? നോക്കിയേ. Pumpkin. Yeah, this is Pumpkin. pumpkin ആണ് അല്ലേ? നമ്മുടെ മത്തനാണ് അല്ലേ pumpkin. ഓക്കെ, pumpkin. കണ്ടില്ലേ? pumpkinന്റെ പിക്ചർ കണ്ടില്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ? This is pumpkin. Okay, pumpkin is a vegetable. Then നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന ഒരു പിക്ചർ ആണ് അല്ലേ ഇത്? ഇതെന്താണ് അഭിനവ്? ഇതെന്താണ് നോക്കൂ. വാട്ട് ഇസ് ദിസ്? എന്താണ് മോനെ ഇത്? അഭിനവ് അൺമ്യൂട്ട് ചെയ്തേ. എന്താണ്? Pizza. പീസ് ആണ് അല്ലേ? പീസ്, ഗ്രീൻ പീസ് അല്ലേ? ദിസ് ഇസ് പീസ്, ഇസ് എ വെജിറ്റബിൾ. ഓക്കെ, then Adishree, unmute you. What is this? Brinjal. This is brinjal. It's a vegetable അല്ലേ? ഇതെന്താണ്? നമ്മുടെ വഴുതിനയാണ് അല്ലേ? നമ്മൾ വഴുതിനങ്ങ എന്നൊക്കെ പറയും അല്ലേ? brinjal. Okay, then Umar, unmute ചെയ്തേ Umar. എന്താണിത്? What is this? Cauliflower അല്ലേ? Cauliflower ആണ്. It is a vegetable, cauliflower. Okay, cauliflower. Then വേറൊരു കാര്യം കാണിക്കാൻ വേണ്ടി പോവാണ് ആദിഷ്. വേറൊരു വെജിറ്റബിൾ ആണ് ആദിഷ്. ഇതെന്താണ് മോനെ ഇത്? Brinjal. വാട്ട്? ബ്രിഞ്ചൽ ആണോ ഇത്? Brinjal. ബ്രിഞ്ചൽ ആണോ ഇത്? ബ്രിഞ്ചൽ ഇങ്ങനെയാണോ ഉണ്ടാവുക? ഇത് ബ്രിഞ്ചൽ ആണെങ്കിൽ പിന്നെ ഇതെന്താണ്? ഇതെന്താണ്? Brinjal. ഇത് ബ്രിഞ്ചൽ. അപ്പൊ ഇതെന്താണ്? ഇതും ബ്രിഞ്ചൽ ആണ്. Sponge. എന്താണ് മോനെ? സ്പിനാഷ് ആണ് അല്ലേ? 2 ദിവസം ക്ലാസ്സിൽ കയറാത്തോണ്ടല്ലേ കിട്ടാത്തത്? 2 ദിവസം ക്ലാസ്സിൽ കയറാത്തോണ്ടല്ലേ ഇപ്പൊ ഓർമ്മയില്ലാത്തത്? സ്പിനാഷ് ആണ് അല്ലേ? ചീര. ഓക്കെ, നമ്മുടെ ചീരയാണ് ഇത് അല്ലേ? ചീര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെ ഉണ്ടാവുന്ന സാധനമാണ് അല്ലേ? നല്ല വൈറ്റമിൻസ് ഒക്കെ ഉള്ള സാധനമാണ്. നമ്മൾ പറഞ്ഞു അല്ലേ? വെജിറ്റബിൾസ് ഒക്കെ എപ്പോഴും കഴിക്കണം അല്ലേ? വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഹെൽപ്പ് us to stay healthy അല്ലേ? നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണം അല്ലേ? എസ്പെഷ്യലി എന്താണ്? സ്പിനാഷ് ഒക്കെ പോലെയുള്ള സാധനങ്ങൾ എന്താണ്? നമുക്ക് വളരെ ഹെൽത്തി ആണ് അല്ലേ? ഇതെന്താണ്? പോയിസൺ ഒന്നും ഇല്ലാത്ത നല്ല സാധനങ്ങളാണ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഇതൊക്കെ നമ്മൾ കഴിക്കുന്നത് നമ്മൾ നല്ല ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. then okay, next അൻവിത unmute ചെയ്തേ. ഇതെന്താണ് അൻവിത? what is this? ആപ്പിൾ ആണോ? ഓറഞ്ച് ആണോ? ടൊമാറ്റോ ആണ് അല്ലേ? ദിസ് ഇസ് ടൊമാറ്റോസ്. എന്താണ്? തക്കാളിയാണ് അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ? ആരുടെങ്കിലും വീട്ടിലുണ്ടോ തക്കാളി?
തക്കാളിയുടെ ചെടിയൊക്കെ ഉണ്ടോ? ഇല്ല അല്ലെ? മിസ്സിന് എന്താണ്? ഇന്നലെ വൈകുന്നേരം നട്ടീനെ കണ്ടെത്തുന്നേ. ഇന്നലെ വൈകുന്നേരം കണ്ടത്തില് നട്ടിനല്ലേ ഇന്നലെ. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ? മിസ്സിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു ഒരുപാട്, പക്ഷെ ഇപ്പൊ ഇല്ല, ഒക്കെ പോയി. ഒരു സീസണിൽ എന്താണ് നിറച്ചു പിടിക്കും, പിന്നെ എന്താവും അതിന്റെ ചെടി അങ്ങനെ പോവും അല്ലെ? അപ്പൊ മിസ്സിന്റെ അടുത്ത് ഉണ്ടായിരുന്നു ഒരുപാട്, പക്ഷെ ഇപ്പൊ ഇല്ല. ടൊമാറ്റോ ആണ് അല്ലെ? Then റിയാൻ, unmute ചെയ്യൂ റിയാൻ. What is this? എന്താണിത്? ഉള്ളി. ഇംഗ്ലീഷിൽ എന്താ പറയാ ഉള്ളിക്ക്? എന്താണ് പറയാ? ഓനിയൻ. യെസ്, ഉള്ളി എന്ന് പറയരുത്, ഒനിയൻ എന്ന് പഠിക്കണം കേട്ടോ മോനെ. ഉള്ളി എന്നും പറയണം, പക്ഷെ നമ്മൾ എന്താണ് ഒനിയൻ എന്ന് പഠിക്കണം. ഓക്കെ, ദിസ് ഇസ് ഓനിയൻ. ഓക്കെ റിയാൻ, ദിസ് ഇസ് ഓനിയൻ. ഓക്കെ, അപ്പൊ ഉള്ളിയാണ് അല്ലേ നമ്മുടെ സവോള. Then Lubaba, unmute ചെയ്തേ. Okay, what is this? God. God അല്ല, ഇത് God ആണ് അല്ലേ? This is God. നമ്മള് എന്താണ് ചുരുക്ക എന്നൊക്കെ പറയും അല്ലേ നമ്മുടെ മലയാളത്തില്? ഇതെന്താണ് God. Then വേറെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഏകദേശം കഴിഞ്ഞു ഇല്ലേ? ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് സ്പിനാഷ്, പംകിൻ, ഗോഡ്, ബ്രിഞ്ചൽ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. Then നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കുറച്ച് പിക്ചേഴ്സ് കാണിക്കാം അല്ലെ? ആർക്കാണ് അറിയാൻ നോക്കട്ടെ. ഏബൽ സിൻഡോ, അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഓക്കെ, വാട്ട് ഇസ് ദിസ്? എന്താണ്? ഇതിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നോക്കി? എന്താണ് സിൻഡോ? ഏബൽ സിൻഡോ എന്താണ്? ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ജിഞ്ചർ. ജിഞ്ചർ. ദിസ് ഇസ് ജിഞ്ചർ അല്ലേ? ഓക്കെ ഓക്കെ ഗുഡ്. ഇതെന്താണ്? ജിഞ്ചർ ആണ് അല്ലേ? നമ്മൾ ഇതിനെ എന്ത് പറയും? നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാറുണ്ട് അല്ലേ? നല്ല മീൻ കറിയും ചിക്കൻ കറിയും ഒക്കെ വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതെന്താണ്? ഇഞ്ചി ആണ് അല്ലേ? ഇഞ്ചി, ജിഞ്ചർ. ഓക്കെ, ജിഞ്ചർ. ഇഞ്ചി എന്നല്ല ജിഞ്ചർ എന്നാണ് പറയേണ്ടത്. ജിഞ്ചർ. ഓക്കെ, എയ്ഡൻ ജെ മാത്യു ഇങ്ങോട്ട് നോക്കൂ. എയ്ഡൻ, ദിസ് ഇസ് ജിഞ്ചർ. ഓക്കെ, ഇതെന്താണ്? ഇഞ്ചിയാണ് അല്ലേ? Then ഇനി ആരോടാണ് ചോദിക്കാനുള്ളത്? എല്ലാവരോടും ചോദിച്ചില്ലേ മിസ്? ചോദിച്ചില്ലേ? ആരെയും വിട്ടുപോയിട്ടില്ലല്ലോ? Then നെക്സ്റ്റ് എന്ത് ചെയ്യാം? വേറൊന്ന് നോക്കാം അല്ലേ? ഇതിന്റെ പേരാണ് ആർക്കാണ് അറിയാൻ നോക്കട്ടെ. വാട്ട് ഇസ് ദിസ്? ആർക്കെങ്കിലും അറിയോ എന്താ ഇതെന്ന്? ഓക്കെ, അൻവിത പറയുന്നു. അൻവിതക്ക് അറിയാന്നല്ലേ? എന്താണ് അൻവിത ഇത്? ഗുഡ്. ദിസ് ഇസ് ഗാർലിക് അല്ലേ? നമ്മൾ എന്ത് പറയും? വെളുത്തുള്ളി അല്ലേ? നമ്മുടെ ചുവന്നുള്ളി, സവാള എന്നൊക്കെ പറയുന്ന പോലത്തെ എന്താണ്? വെളുത്തുള്ളിയാണ് അല്ലേ? വെളുത്തുള്ളി, ഗാർലിക്. ദിസ് ഇസ് ഗാർലിക്. ഓക്കെ, ഇതിന്റെ പേരാണ് ഗാർലിക്. മറക്കരുത്. നമ്മളിപ്പോ പുതിയതായിട്ട് 2 വെജിറ്റബിൾസ് പറഞ്ഞു അല്ലെ? ജിഞ്ചർ ആൻഡ് ഗാർലിക്. 2 എണ്ണം ഉണ്ട് അല്ലെ? ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇവര് ഭയങ്കര കൂട്ടാണ് രണ്ടുപേരും അല്ലെ? ഭയങ്കര ക്ലോസ് ആണ് ഇവര്, ഇഞ്ചി ആൻഡ് വെളുത്തുള്ളി. രണ്ടുപേരും എന്താണ് കറിയിലൊക്കെ ഇടുമ്പോ നമ്മൾ മിക്കവാറും രണ്ടുപേരെയും ഒരുമിച്ചാണ് ഇടാറില്ലേ? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ആക്കിയിട്ട് നമ്മൾ ചിക്കനിലൊക്കെ യൂസ് ചെയ്യാറില്ലേ? അറിയാമോ? ചിക്കൻ കറി കഴിക്കുക മാത്രമാണ് ചെയ്യാറില്ലേ? അതിൽ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാറുണ്ടോ? ഉണ്ടോ? അമ്മ കറി വെക്കുമ്പോ അടുക്കളയിൽ പോയി നോക്കാറുണ്ടോ എന്തൊക്കെയാണ് അതിൽ ഇടാറ്, എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന്? ഇല്ലല്ലോ. ഉണ്ടോ? കുറെ പേരുണ്ട് അല്ലേ? അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോ. ഓക്കെ, then this is
എന്താണിത്? അറിയാം. ലുബാബ പറയുന്നു അറിയാമെന്നല്ലേ. എന്താണ് ലുബാബ? ഇതെന്താന്നറിയോ? നോക്കിയേ ലുബാബ. എന്താണ്? എന്താണ്? ബീൻസ്. ബീൻസ് ആണ് അല്ലേ? ബീൻസ്. ബീൻസ് ഇതിന്റെ ടൈപ്പ് തന്നെ കുറെ ഉണ്ടല്ലേ. നമ്മുടെ വലിയ പയറൊക്കെ ഉണ്ടല്ലേ, അതിനൊക്കെ എന്താ പറയാ? അതൊക്കെ ബീൻസ് ആണ് അല്ലേ. ലോങ് ബീൻസ് ആണ് അതൊക്കെ. ഇത് ചെറിയതാണ്. ഇതിന്റെ വലിയതൊക്കെ ഉണ്ട് അല്ലേ. നമ്മുടെ പച്ചപ്പയറിനൊക്കെ എന്താ പറയാ? ലോങ് ബീൻസ് എന്നൊക്കെയാണ് പറയാറില്ലേ. ഇതിന്റെ ടൈപ്പ് ഓഫ് കുറെ ഉണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. ബീൻസ്. ഇതെന്താണ്? ഇത് ആർക്കെങ്കിലും അറിയോ? നോക്കിയേ. ഇതിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരുടെയെങ്കിലും വീട്ടിൽ ഇങ്ങനത്തെ സാധനം ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയേ. ഓക്കെ, ലുബാബയ്ക്ക് അറിയാന്ന് പിന്നെയും പറയുന്നുണ്ട്. എന്താണിത് ലുബാബ? അറിയോ? വാട്ട് ഇസ് ദിസ്? കുമ്പളങ്ങ. കുമ്പളങ്ങയാണ് എന്ന് അറിയാം അല്ലേ. ആണോ നിറ്റാഷ? ഇതെന്താണ്? ഗുഡ്. ആഷ് ഗാർഡ് അല്ലേ. എന്താണ്? കുമ്പളങ്ങയാണല്ലേ. നമ്മൾ നേരത്തെ എന്ത് പഠിച്ചു? ഗാർഡ് പഠിച്ചു അല്ലേ. അതായത് ഇതിന്റെ ഒക്കെ ഒരു കൂട്ടിൽ പെടുന്നതാണ് ഇതൊക്കെ. ഇവരൊക്കെ എന്താണ്? കൂട്ടുകാരാണ്. ആഷ് ഗാർഡ്, ഗാർഡ്, അങ്ങനെ കുറെ ഉണ്ട് അല്ലേ. ഇതെന്താണ്? ബോട്ടിൽ ഗാർഡ് അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ച ഗാർഡ് ആൻഡ് ആഷ് ഗാർഡ് അല്ലേ. കുമ്പളങ്ങ. പിന്നെന്താണ്? ഇതിന്റെ പുറത്ത് എന്തുണ്ട്? ഒരു ആഷ് കളർ ഉണ്ട് അല്ലേ. ഓക്കെ, ഇത് ആഷ് ഗാർഡ് ആണ് അല്ലേ. കുമ്പളങ്ങ, ഗാർഡ്, ആഷ് ഗാർഡ് ഒക്കെ എന്താണ്? അവരൊരു ഫ്രണ്ട്സ് ആണ്. അവരൊക്കെ ഒരുപോലെയാണ് എല്ലാരെയും ഏകദേശം. then നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. എന്താണ് ഇത്? ഇതെന്താണ്? ഇതൊന്ന് നോക്കിയേ. ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോന്ന്? ഇത് ഇങ്ങനെ കണ്ടിട്ട് ഓക്കെ, കോൺ. എന്താണ് ഇഷാനി? എന്താണിത് ഇഷാനി? കോൺ അല്ലേ. കോൺ. ഇത് ഇങ്ങനെ ചിലപ്പോ എല്ലാരും കണ്ടിട്ടില്ലെങ്കിലും എന്താണ്? ഇതിന്റെ വേറൊരു ഫോം എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മള് പോപ്കോൺ വാങ്ങിച്ച് കഴിക്കാറുണ്ട് അല്ലേ. പോപ്കോൺ. ഇപ്പൊ എന്താണ്? ബോട്ടിലൊക്കെ ഡിഫറെന്റ് മസാലയൊക്കെ ആഡ് ചെയ്തിട്ട് എന്ത് കിട്ടാറുണ്ട് നമുക്ക്? നമ്മുടെ ഈ പോപ്കോൺ കിട്ടാറുണ്ട്, കോൺ കിട്ടാറുണ്ട് അല്ലേ. ഇതെന്താണ്? ചോളം അല്ലേ. ചോളം എന്നാണ് ഇതിനെ പറയാറ് അല്ലേ. മിസ്സിന്റെ വീട്ടിലുണ്ട് 2-3 എണ്ണം. അതായത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, അല്ലാതെ മിസ്സിന്റെ വീട്ടില് ഉണ്ടാക്കിയതല്ല. എന്താണിത്? കോൺ ആണ് അല്ലേ. കോൺ, ചോളം. ഇതിങ്ങനെ എന്താണ്? നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എന്താണ്? നമ്മുടെ ചോളപ്പൊരി ആക്കിയിട്ട് നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ. ചോളാപ്പൊരി എന്നൊക്കെ നമ്മൾ എന്താണ്? ഉത്സവത്തിനൊക്കെ പോകുമ്പോ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ചോളാപ്പൊരി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വിൽക്കാൻ പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഇതെന്താണ്? ചോളമാണ് അല്ലേ. ചോളം. ഇറ്റ് ഈസ് വെരി ടേസ്റ്റി. നല്ല ടേസ്റ്റ് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് വെരി ഹെൽത്തി. നല്ല ടേസ്റ്റും ആണ്. എന്താണ്? നല്ല ഹെൽത്തിയും ആണ് അല്ലേ. കോൺ. ഓക്കെ, പോപ്കോൺ അറിയാമല്ലേ എല്ലാവർക്കും. കണ്ടിട്ടുണ്ടോ? പോപ്കോൺ കഴിച്ചിട്ടുണ്ടോ? പോപ്കോൺ? യെസ് ഓർ നോ? പോപ്കോൺ? യെസ്. എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. പോപ്കോൺ ഒക്കെ എന്താണ്? കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അല്ലേ. then വേറെ എന്താണ്? ഓക്കെ, ഇത് ചിലപ്പോ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കാം അല്ലേ. എന്താണ് ഇത്? വാട്ട് ഇസ് ദിസ്? ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക. ആർക്കാണ് അറിയാം? ഇത് വളരെ ഈസി ആണല്ലോ. ഇതെന്താണ് ആർക്കും അറിയാത്തത്? എന്താണ് അൻവിത? ഇതെന്താണ്? ദിസ് ഇസ് കുക്കുംബർ. കുക്കുംബർ ആണ് അല്ലേ. നമ്മൾ എന്ത് പറയും? കക്കിരി എന്നൊക്കെ പറയുന്ന കുക്കുംബർ ആണിത്. കുക്കുംബർ. നമ്മള് എന്താണ്? നെയ്ച്ചോറും ബിരിയാണി ഒക്കെ കഴിക്കുമ്പോ എന്ത് കഴിക്കാറുണ്ട്? സാലഡ് ഒക്കെ കഴിക്കാറുണ്ട് അല്ലേ. അതാണ്, ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ എന്താണ് ഉണ്ടാക്കുക? സാലഡ് ഒക്കെ ഉണ്ടാക്കാറല്ലേ. നെയ്ച്ചോറും ബിരിയാണി ഒക്കെ കഴിക്കുമ്പോ അതിന്റെ കൂടെ എന്തുണ്ടാകാറുണ്ട്? ഇത് എന്താണ്? വളരെ ഹെൽത്തി ആണ്, ടേസ്റ്റി ആണ്, ഒക്കെ ആണ് അല്ലേ.
then വേറെന്താണുള്ളത്? ഓക്കെ, വാട്ട് ഇസ് ദിസ്? ഇത് മിക്കവാറും എല്ലാവരുടെയും വീടുകളിലൊക്കെ കാണാറുണ്ട് അല്ലെ? വീടുകളിൽ ഇല്ലെങ്കിലും നമ്മള് എന്താണ് നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ ഉണ്ടാകാറുണ്ട് ഇത്. ഇറ്റ് ഇസ് വെരി ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഒക്കെയാണ്. എന്താണ് സാമ്പാറിലൊക്കെ ഉണ്ടാകാറുണ്ട് ഇത്. അറിയാമോ ഇത്? ഇതെന്താണെന്ന് ഒന്ന് നോക്കിയേ. ആർക്കും അറിയില്ലേ? ഓ, റിയാൻ പറയുന്നു അറിയാമെന്നല്ലേ? ഓക്കെ റിയാൻ, എന്താണിത്? ആ, ദിസ് ഇസ് ഡ്രം സ്റ്റിക്ക്. ഡ്രം സ്റ്റിക്ക് അല്ലെ, നമ്മുടെ മുരിങ്ങാക്കോല്. കണ്ടിട്ടുണ്ടോ ഡ്രം സ്റ്റിക്ക്? ഇതിന്റെ ചെടിയാണിത്. ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക അല്ലെ? ഡ്രം സ്റ്റിക്കിന്റെ എന്താണ് മരമാണിത്. പിന്നെ മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കണ്ടിട്ടില്ലേ ആരും? പുറത്തൊക്കെ ഇറങ്ങി നോക്കണ്ടേ അവിടെ ഇവിടെ ഒക്കെ എന്തൊക്കെ ഉണ്ടെന്ന്? എന്നാലല്ലേ ഇതൊക്കെ കാണൂ. ചിലപ്പോ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും, നിങ്ങൾ കാണാഞ്ഞിട്ടായിരിക്കും അല്ലേ? ദിസ് ഇസ് ഡ്രം സ്റ്റിക്ക്, മുരിങ്ങാക്കോല് അല്ലേ? ഓക്കെ ഓക്കെ. ദെൻ എന്താണ് അപ്പൊ നമ്മുടെ വെജിറ്റബിൾസ് നമ്മൾ കുറേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വെജിറ്റബിൾസ് അല്ലാത്ത വെജിറ്റബിൾസ് ഒക്കെ കുറേ നോക്കി. ദെൻ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രൂട്ട്സിനെ കുറിച്ച് പഠിച്ചത് അല്ലേ? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ്. Then ഒരു പിക്ചർ കൂടി ഉണ്ട്, ഇതൂടെ കാണിച്ചു തരാം. എന്താണിത്? ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇനിയും പിക്ചേഴ്സ് കുറെ ഉണ്ട് കേട്ടോ, ഇത് മാത്രല്ല കുറെ ഉണ്ട്. ഇതെന്താണ് നോക്കൂ, അറിയാമോ? ഇത് നല്ല ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റിയാണ് ഇത്. ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അറിയോ നിറ്റാഷ? എന്താണിത്? Sweet potato. ആ, ദിസ് ഇസ് സ്വീറ്റ് പൊട്ടാറ്റോ. എന്താണ്? നമ്മുടെ മധുരക്കിഴങ്ങ് അല്ലേ? മധുരക്കിഴങ്ങാണിത്. വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടി അല്ലേ? മധുരക്കിഴങ്ങാണിത്, സ്വീറ്റ് പൊട്ടറ്റോ. പൊട്ടറ്റോ എന്താണ്? കിഴങ്ങ് അല്ലേ? അപ്പൊ സ്വീറ്റ് പൊട്ടറ്റോ എന്താണ്? മധുരക്കിഴങ്ങ് അല്ലേ? Then this is, ഇതറിയാമോ? ഇതും നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, ഒക്കെയാണ്. അറിയാമോ ആദിശ്രീ? എന്താണിത് ആദിശ്രീ? എന്താണിത്? വെണ്ടക്ക അല്ലേ? ഇതിന് എന്താണ് ഇംഗ്ലീഷിൽ പറയാ ഇഷാനി? അറിയാമോ ഇഷാനി? എന്താണിത്? Lady finger. ദിസ് ഇസ് ലേഡീസ് ഫിംഗർ അല്ലേ? വെണ്ടക്ക അല്ലേ? നമ്മുടെ വെണ്ടയ്ക്ക, ലേഡീസ് ഫിംഗർ. ഓക്കെ. വേറെന്താണ് കാണിച്ചു തരിക ഇപ്പോ? ഇങ്ങനത്തെ ചെടി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഇതിന്റെ സീസൺ ആണ്, മിസ്സിന്റെ വീട്ടിലൊക്കെ ഉണ്ട്. എന്താണിത്? ഇങ്ങനത്തെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതെന്താണിത്? എന്താണ് അറിയാമോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്താണിതെന്ന്? ആരും കണ്ടിട്ടില്ല ഇത്? ഓക്കെ, റിയാൻ പറയുന്നു റിയാൻ അറിയാമെന്ന്. എന്താണ് റിയാൻ ഇത്? എന്താണിത്? ചേമ്പാണ് അല്ലേ? ചേമ്പ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? ഇതിന്റെ ചെടിയാണിത്. ഇതിന്റെ അകത്താണ് ഇത് ഉണ്ടാവുക, അതായത് ഇതിന്റെ മണ്ണിന്റെ അകത്താണ് ഉണ്ടാവുക അല്ലെ? ഇതിന്റെ മുകളിൽ ഇങ്ങനെ പിടിക്കുകയാണോ ചെയ്യാറ്? അല്ല, ഈ മണ്ണിന്റെ അടിയിലാണ് കിഴങ്ങുകളൊക്കെ ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ ഈ ചെടിയുടെ ഈ മണ്ണിന്റെ അകത്താണ് ഇത് ഉണ്ടാകാറ്. ഇതെന്താണ്? ചേമ്പാണ്. ഇതിന്റെ ഇലയ്ക്ക് എന്തുണ്ട്? ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അല്ലെ? ഇതിന്റെ അകത്ത് വെള്ളം നിറച്ച് നോക്കിയിട്ടുണ്ടോ എല്ലാരും? നിങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലോ, വെറുതെ പറയുന്നതാണ് ഇത് അറിയില്ലാന്ന്. ഇതറിയാമോ? അപ്പൊ ആരുടെയെങ്കിലും എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. അപ്പൊ ഇന്ന് എന്ത് ചെയ്യണം? ഇതിന്റെ ഒരു ഇല എടുത്തിട്ട് ഇതിന്റെ അകത്ത് വെള്ളം ഒഴിച്ച് നോക്കണം. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പൊ ക്ലാസ് കഴിഞ്ഞ ഉടനെ എല്ലാരും എന്ത് ചെയ്യണം? ഒരു ചേമ്പിന്റെ ഇല എടുക്കുക, അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കുക. കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ചേമ്പാണ്. ഇതിന് എന്ത് പറയും? ടാരോ എന്നാണ് പറയാറ് ഇതിനെ. ഓക്കെ ഓക്കെ.
ടാരോ. Then വേറെന്താണ്? ഓക്കെ, നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഓൾമോസ്റ്റ് എന്തായി, കംപ്ലീറ്റ് ആയി. പിന്നെ കുറെ ഉണ്ട്, പക്ഷെ എന്താണ്, എല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമോ? ഇല്ല. Then നമ്മളിപ്പോ കുറെ വെജിറ്റബിൾസിന്റെ പിക്ചേഴ്സ് ആണ് കണ്ടത്. അപ്പൊ ഇങ്ങനത്തെ വെജിറ്റബിൾസ് ഒക്കെ എവിടെയെങ്കിലും ഐഡന്റിഫൈ കണ്ടാൽ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. വെജിറ്റബിൾസിന്റെ പേരൊന്നും മറന്നു പോകരുത്. അപ്പൊ ലേഡീസ് ഫിംഗർ, ഡ്രം സ്റ്റിക്, ഇതൊക്കെ നമ്മൾ എവിടെയെങ്കിലും കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം? ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം അല്ലെ? അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ നോക്കാൻ പോവാന്നറിയോ? നെക്സ്റ്റ് നമ്മൾ കുറെ ഫ്രൂട്ട്സിന്റെ പിക്ചേഴ്സ് ആണ് കാണാൻ പോവാ നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, ആഫ്റ്റർനൂൺ അല്ലേ? നമ്മുടെ ഈവനിങ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? കുറെ ഫ്രൂട്ട്സിന്റെ പേരും അതായത് ഫ്രൂട്ട്സിന്റെ പിക്ചേഴ്സും ഒക്കെ കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡപ്പ് ചെയ്യാം അല്ലെ? നമ്മുടെ ടൈം ഇതാ ഏകദേശം കഴിയാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാം. ഈ വെജിറ്റബിൾസിന്റെ പേരൊന്നും മറന്നു പോയത് നന്നായിട്ട് ഓർത്ത് വെക്കുക. ഏതൊക്കെ വെജിറ്റബിൾസ് ആണ്? അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള വെജിറ്റബിൾസ് എങ്കിലും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഓക്കെ, ക്ലിയർ? നമുക്കപ്പോ വൈൻഡപ്പ് ചെയ്യാമല്ലേ? ഓക്കെ, ബൈ ബൈ. ആഫ്റ്റർനൂൺ ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ. ആദിഷ്, where are you? നെക്സ്റ്റ് ക്ലാസ്സിൽ ഉണ്ടാവണം കേട്ടോ ആദിഷ്. ഓക്കെ.